അവല് വീട്ടിൽ കണ്ടല്ലോ ഇതാ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കേ 2 മാസം ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വെറുതെ ചായക്കൊപ്പം വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒന്നോ രണ്ടോ എടുത്ത് കഴിക്കാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് വെയിറ്റ് വെക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ഒരു ഉണ്ട വീതം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് ഇട്ടിട്ട് ഷേക്ക് പോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെയിറ്റ് വെക്കും. രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്കൊക്കെ കുഞ്ഞ് നമുക്ക് മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ആയിട്ടും അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ ഞാനിപ്പം എടുത്ത് വെച്ചേക്കുന്ന അവലെന്ന് പറയുന്നത് വെളുത്ത അവലാണ്. അപ്പം നിങ്ങൾക്ക് വെള്ള അവലോ നമ്മൾ നാട്ടിലീടെ അവലുണ്ടല്ലോ, ഈ ചുമന്ന പോലത്തെ അവൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു 1/2 കിലോ 3/4 കിലോളം അവൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ കടലയാണ് കേട്ടോ. അപ്പം ഈ കടലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നിലക്കടല എന്നാണോ പറയുന്നത്? നമ്മുടെ നാട്ടിൽ സാധാ കടല എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പം ഇത് ഞാനൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വെയിറ്റ് ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്കൊക്കെ മുലപ്പാൽ ഉണ്ടാവാനായിട്ട് ഇതിങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അത് കടല ഒന്ന് വറുത്ത് ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവലാണ് ഇട്ടേക്കുന്നത്. ഞാനൊരു 1/2 കിലോ 3/4 കിലോളം അവലുണ്ടായിരുന്നു. ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അടി കെട്ടിയുള്ള ചട്ടിയിലേക്ക് ഇട്ട് വറുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കരമുരാന്ന് കിട്ടും കേട്ടോ. അതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി കുറച്ച് തേങ്ങ ചിരവി എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടാനായിട്ട് എളുപ്പത്തിന് ഞാനിപ്പോൾ ഒന്ന് കൊത്തി എടുത്തിട്ടാണ് ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കറക്കി എടുത്താൽ മതിയല്ലോ, ചിരവാനും പോകണ്ട. അപ്പം ഒന്ന് കൊത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ, വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം, അതും ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടിച്ചെടുത്തേക്കുന്നത് നല്ല മണം കേട്ടോ. പൊടിച്ചെടുത്തേക്കുന്നത് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന അവലിൻ്റെ മുകളിലേക്ക് കൊട്ടാട്ടോ. കൊട്ടിയതിന് ശേഷം ഇത് ഒന്നും കൂടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ഇട്ടേക്കുന്ന തേങ്ങയും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടും. കേടാവാതിരിക്കും. ഈ ഉണ്ട ഒരു 2 മാസത്തോളം ഫ്രിഡ്ജിലിരുന്നാൽ കേടാവില്ല. വെളിയിൽ ഒരാഴ്ചയോളം ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉള്ളവർക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ജസ്റ്റ് രണ്ടും കൂടെ കൂടിയിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് നേരം കൂടെ വറുത്തിട്ട് മാറ്റി വയ്ക്കണേ. ഇനി ഉണ്ടല്ലോ കടല, വറുത്ത് വെച്ചേക്കുന്ന കടല ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒരു 2-3 അടിയായിട്ട് അടിക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കടലയുടെ എണ്ണ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇങ്ങനെ 1-2 അടി അടിച്ചായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലുണ്ടല്ലോ, അവൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല കരിമുരാന്നിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒന്ന് നല്ല ഒരു ക്രിസ്പായിട്ടിരിക്കുന്നതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കറക്കുമ്പോൾ പൊടിഞ്ഞ് വരും. ഇതേപോലെ വരും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1/2 കട്ട ശർക്കരയാണ് കേട്ടോ. 1/2 കട്ട ശർക്കര ഏകദേശം ഒരു 3/4 കിലോളം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് എനിക്ക് അവലിൻ്റെ കണക്കറിയത്തില്ല കേട്ടോ. ഒരു 3/4 കിലോളം അവലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് അത്തരത്തിൽ ഞാനൊരു 1/2 കട്ടയോളം ശർക്കരയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര പാനിയൊക്കെ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളവിടെ പൊടിച്ചു വെച്ചേക്കുന്ന അവലിനകത്തേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ അതും കൊട്ടാം. കുറച്ച് എള്ളിട്ട് കൊടുക്കാം. രക്തക്കുറവുള്ള കുട്ടികൾക്ക് എള്ള് വളരെ നല്ലതാണ്. മുലപ്പാൽ ഉണ്ടാവാനൊക്കെ ആയിട്ട് പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്ക് ഇത് നിങ്ങൾ വൈകുന്നേരം ചായക്ക് ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എള്ളിട്ട് കൊടുക്കണം കേട്ടോ. എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല എള്ളിനാകുമ്പം നല്ലൊരു അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുമാത്രമല്ല എല്ലാത്തിനും നല്ല, നമുക്ക് എല്ലിനും പല്ലിനും ഒക്കെ നല്ല ക്യാൽസ്യം റിച്ച് അല്ലേ ഇത് നമ്മുടെ എള്ള്. അതുപോലെ കടലയുണ്ട്. എല്ലാം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശർക്കര പാനി ഇട്ടിട്ട് നന്നായിട്ട് തവി വെച്ചിട്ട് ഇളക്കി കൂട്ടി കൊടുക്കുക. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടാറി പോകരുത്. പെട്ടെന്ന് ആ കുഞ്ഞ് ചൂടിനോടെ തന്നെ കയ്യിൽ നമ്മളിങ്ങനെ ഉണ്ട ഉരുട്ടി എടുക്കുമ്പം പെട്ടെന്ന് അത് ഈ അരിയുണ്ടയൊക്കെ ഉണ്ട ഉരുട്ടി എടുക്കുന്ന ഒരു ഷേപ്പിൽ തന്നെ പെട്ടെന്ന് ഉണ്ട ഉരുട്ടി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടലയും വെള്ളമൊക്കെ ചേർന്നതുകൊണ്ട് ഈ ഒരു ഉണ്ട വൈകുന്നേരം ഒരു 1-2 ഉണ്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടൻ ചായയുടെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനോർത്ത് കുറച്ച് ദിവസം 2 ആഴ്ചത്തേക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചാൽ, പക്ഷേ ഉണ്ടല്ലോ 2-3 ദിവസമായപ്പോഴത്തേക്കും അതിൻ്റെ വെടിക്കെട്ട് തീർന്നു. അപ്പം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലിലേക്ക് കുട്ടികൾ വേണമെങ്കിൽ സ്കൂളിട്ട് വരുമ്പം ഒരു ഉണ്ട ഇട്ടിട്ട് ഒരു ഏത്തപ്പഴവും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് മക്കൾ വരുമ്പം വേണമെങ്കിൽ ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത പഞ്ചസാര എന്ന് പറയുമ്പോൾ തീരെ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം ശർക്കര ഇട്ട് ഉരുക്കി വെച്ചേക്കുന്ന ഉണ്ടയല്ലേ, അപ്പോൾ മധുരം ഉണ്ടാവും ഏകദേശം. മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം മധുരം ഉണ്ടാവും. ഏത്തപ്പഴത്തിന് മധുരമുണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന ഉണ്ടയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇട്ടില്ല എന്ന് വെച്ചു. അപ്പോൾ കുട്ടികളാകുമ്പോൾ ഒരു നുള്ളിൽ മധുരം കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിച്ചോളും. അപ്പം ഇതുണ്ടല്ലോ നല്ലൊരു അടിപൊളി ഷേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം
കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരേ ഗ്ലാസ് വീതം കൊടുത്തു വെക്കട്ടെ, വെയിറ്റ് വെക്കും കുട്ടികൾക്ക്. പിന്നെ ഇതിന് മുൻപ് ഞാൻ വെയിറ്റ് വെക്കാനായിട്ടുള്ള എൻ്റെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കി ഇട്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. അരിയുണ്ട പോലെ തന്നെയാണ്, എങ്കിലും അരിയുണ്ടേക്കായും രുചി കൂടുതലുണ്ട് കടലയൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കണോണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ അവർ വന്നിട്ടൊക്കെ പോകാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വീഡിയോസിനും ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ.